ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC LGS 2024 അതിൽ മാത്സിൽ നിന്ന് നിങ്ങൾക്കറിയാം 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ അതിന് വന്നിട്ടുള്ള ചോദ്യപേപ്പറിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിന് നടന്നിട്ടുള്ള ചോദ്യപേപ്പറിലെ മാത്സിലൊരു ചോദ്യമാണ്. ആ ചോദ്യവും അതോട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ, പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാദം 4 സെൻറ്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ 6 സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് ഈ ത്രികോണം, ഏതെല്ലാം തരത്തിലുള്ള ത്രികോണങ്ങളുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ത്രികോണങ്ങൾ ആദ്യം വരുന്നത് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന് നിങ്ങൾക്കറിയാം 3 വശങ്ങളാണ് അല്ലേ? ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. അതിൻ്റെ 3 വശങ്ങളും തുല്യമാണെങ്കിലാണ് അതിനെ എന്ത് ത്രികോണം എന്ന് പറയുക? സമഭുജ ത്രികോണം എന്ന് പറയുക. ഇവിടെ 3 വശങ്ങളും തുല്യമാണ്. അതായത് ഒരു വശം 5 ആണെങ്കിൽ ബാക്കി എല്ലാ വശങ്ങളും 5 ആയിരിക്കും. അതല്ല, ഒരു വശം 6 ആണെങ്കിൽ ബാക്കി എല്ലാ വശങ്ങളും 6 ആയിരിക്കും. ഇതാണ് സമഭുജ ത്രികോണം. ഇനി സമപാർശ്വ ത്രികോണമുണ്ട്. രണ്ടും മാറിപ്പോണ്ട, ഇത് സമപാർശ്വ ത്രികോണമാണ്. എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ? സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത് അതിൻ്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും, മൂന്നാമത്തെ ഒരു വശം വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള ത്രികോണമാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. മറ്റൊന്ന് 3 വശങ്ങളും തുല്യമല്ലാതിരിക്കുക. 3 വശങ്ങളും എന്തല്ല? തുല്യം അല്ല, പരസ്പരം തുല്യമല്ലെങ്കിൽ അതിനെ വിഷമഭുജ ത്രികോണം എന്ന് വിളിക്കും. അങ്ങനെ 3 ത്രികോണങ്ങളാണുള്ളത്. ഇപ്പോൾ വിഷമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശവും തുല്യം. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ 2 വശം തുല്യം. വിഷമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമല്ല. ഇനി ഇത് ത്രികോണങ്ങളെ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടിയും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിലെ 3 കോണും കൂടിയും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അതിൽ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തെയാണ് മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്. ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ മട്ടത്രികോണം എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് മട്ടത്രികോണം എന്ന് നമുക്ക് മനസ്സിലായി. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ് എന്ന് വിചാരിക്കുക. എല്ലാ കോണും എത്ര ഡിഗ്രിയിൽ കുറവ്? 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അതിനെ ന്യൂനത്രികോണം എന്നാണ് വിളിക്കുക. ഇത് ന്യൂന ത്രികോണമാണ്, 90 ഡിഗ്രിയിൽ കുറവാണ്. അക്യൂട്ട് ആംഗിൾ ട്രയാംഗിൾ എന്ന് വിളിക്കും. എന്നാൽ ഒരു ത്രികോണത്തിലെ ഒരു കോൺ മാത്രം 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ, അത് 90 ഡിഗ്രിയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെ ബൃഹത് ത്രികോണം എന്ന് വിളിക്കും. അപ്പോൾ മട്ടത്രികോണത്തിൽ ഒരു കോൺ 90 ഡിഗ്രി, ബൃഹത് ത്രികോണത്തിൽ ഒരു കോൺ മാത്രം 90 ഡിഗ്രിയിൽ കൂടുതൽ. ന്യൂനത്രികോണമാകണമെങ്കിൽ 3 കോണുകളും എത്ര ഡിഗ്രിയിൽ കുറവായിരിക്കും? 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇങ്ങനെ ത്രികോണങ്ങളെ നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാം. ഇനി ഇതിൽ സാധാരണ ഒരു വിഷമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ 2 തരത്തിൽ നമുക്ക് വിഷമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാം. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ സാധാരണയായിട്ട് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ത്രികോണമാണ് എന്ന് വിചാരിച്ചോളൂ, ഏത് ടൈപ്പ് ത്രികോണം ആയിക്കോട്ടെ. ഇതൊരു ത്രികോണമാണെങ്കിൽ ഇത് ബി എന്ന് തന്നിട്ടുണ്ട് വിചാരിച്ചോളൂ. അതിൻ്റെ ബേസ് തന്നിട്ടുണ്ട്. ഈ ശീർഷത്തിൽ നിന്നും ബേസിലേക്കുള്ള ഹൈറ്റും തന്നിട്ടുണ്ട്. നേരെ കുത്തനെയാണ് ഹൈറ്റ് എടുക്കുക, അല്ലാതെ അങ്ങനെ ചെരിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് ഹൈറ്റ് അല്ല, നേരെ കുത്തനെ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതിന് ഉന്നതി എന്ന് പറയും. ഇങ്ങനെ അതിൻ്റെ ബേസും ഉന്നതിയും തന്നിട്ടുണ്ടെങ്കിൽ ആ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല ½ ആണ്. വളരെ സിമ്പിളായിട്ട് ആ ബേസിനെ അതിൻ്റെ എതിരെയുള്ള ശീർഷത്തിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന ഉന്നതി ഉണ്ടല്ലോ, ആ ഉന്നതി ഹൈറ്റ് കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് എന്തായി മാറി? ആ ത്രികോണത്തിൻ്റെ വിസ്തീർണമായി മാറി. അപ്പോൾ അതിന് ബേസും കിട്ടണം, ഹൈറ്റും കിട്ടണം. എന്നാൽ
നിങ്ങൾ ചെയ്യുമ്പോൾ വിഷമഭുജ ത്രികോണമാണെങ്കിൽ അവിടെ ഇതേപോലെ ബേസും ഹൈറ്റും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അതിൻ്റെ 3 വശങ്ങളാണ് തന്നിട്ടുള്ളത്, എയും ബിയും സിയും. അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാൻ, അവിടെ എച്ച് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാൻ ഒരു ഫോർമുല ഉണ്ട്, സിമ്പിളാണ്. റൂട്ട് ഓഫ് എസ് എന്താന്ന് പറയാം, എസിൽ നിന്ന് എ കുറച്ചത് ഒരു വശം കുറച്ചു, എസിൽ നിന്ന് ബി കുറച്ചു അടുത്ത വശം കുറച്ചു, എസിൽ നിന്ന് മൂന്നാമത്തെ വശവും കൂടി കുറച്ചതിൻ്റെ ഗുണനഫലത്തിന്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. എ സമം റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതായത് ഒരു ത്രികോണത്തിലെ 3 വശങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുലയാണ്. ഫോർമുല ഒരു ബുദ്ധിമുട്ടുമില്ലേ. എസ് എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. എ സമം ഏരിയ സമം റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഒരു വശം, എസ് മൈനസ് ബി അടുത്ത വശം, എസിൽ നിന്ന് ബി കുറച്ചത്, മൂന്നാമത്തെ വശവും എസിൽ നിന്ന് കുറച്ചതിന്റെ ഗുണനഫലത്തിന്റെ എന്ത് കാണുന്നു, വർഗ്ഗമൂലം കാണുന്നു. എസ് എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും സിയും കൂടി കൂട്ടിയതിന്റെ പകുതി. നമുക്ക് കണക്ക് ചെയ്താൽ നിങ്ങൾക്കത് ബോധ്യവും. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇനി സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും ചെയ്യും. എല്ലാ കോണും തുല്യമായാലും സമഭുജ ത്രികോണമാണ്, എല്ലാ വശങ്ങളും തുല്യമായാലും സമഭുജ ത്രികോണമാണ്. എല്ലാ കോണും തുല്യമായാൽ എല്ലാ വശങ്ങളും തന്നെത്താൻ തുല്യമായിക്കോളും. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ മറ്റെല്ലാ വശങ്ങളും എന്തായിരിക്കും, എ ആയിരിക്കും. അപ്പൊ അതിന്റെ വിസ്തീർണം കാണാൻ എളുപ്പമാണ്. റൂട്ട് 3/4 എ സ്ക്വയർ. സിമ്പിളാണ്. റൂട്ട് 3/4 എ സ്ക്വയർ. എയുടെ വർഗം കാണുക, വശത്തിന്റെ വർഗം കാണുക, എന്നിട്ട് അതിനെ റൂട്ട് 3/4 കൊണ്ട് ഗുണിക്കുക. ഇനി സമപാർശ്വ ത്രികോണമാണ് എന്ന് വിചാരിക്കുക. 2 വശങ്ങൾ മാത്രം തുല്യം. 2 വശങ്ങൾ മാത്രം തുല്യമാകുമ്പോൾ അവിടെ തുല്യമല്ലാത്ത ഒരു വശവും തുല്യമായ 2 വശങ്ങളും ഉണ്ടാവും. ആ തുല്യമല്ലാത്ത വശത്തെ ത്രികോണപ്പം ചരിച്ചിട്ടാണെങ്കിൽ നേരെ ആ തുല്യമല്ലാത്ത വശത്തെ അടിയിലായിട്ട് സങ്കല്പിക്കുക. മറ്റേത് രണ്ടും തുല്യമാണെന്ന് വിചാരിക്കുക. ഏത് ത്രികോണത്തിൽ നമുക്ക് അങ്ങനെയാക്കി മാറ്റാലോ, തിരിച്ചു വെച്ചാൽ മതിയല്ലോ. ഇനി അങ്ങനെയല്ല തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ തുല്യമല്ലാത്ത വശമാണ് അവിടെ ബി. തുല്യമായ വശങ്ങൾ എയുമായാൽ അതിൻ്റെ ഹൈറ്റ് കാണാനുള്ള സൂത്രവാക്യം ഓർത്തു വെച്ചാൽ മതി. അതിൻ്റെ ഉന്നതി കാണാനുള്ള സൂത്രവാക്യം ഹാഫ് ഇൻറ്റു റൂട്ട് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എത്രയെന്ന് കിട്ടി? ഹാഫ് ഇൻറ്റു റൂട്ട് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഞാനൊന്നും കൂടി പറയാം. അതായത് ഒരു സമപാർശ്വ ത്രികോണം എടുക്കുക. ആ സമപാർശ്വ ത്രികോണത്തിൽ നമുക്കറിയാം 2 വശങ്ങൾ തുല്യമാണ്. ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെയും എ എന്ന് വിളിച്ചു. ഇനി തുല്യമല്ലാത്ത വശത്തിനെ ഞാൻ ബി എന്ന് വിളിച്ചു. അങ്ങനെ വന്നാൽ അതിൻ്റെ ഹൈറ്റ് കാണാനുള്ള സൂത്രവാക്യം, അതിൻ്റെ ഹൈറ്റ് എച്ച് കാണാനുള്ള സൂത്രവാക്യം റൂട്ട് ഓഫ് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഹൈറ്റ് കണ്ടു. ഹൈറ്റ് കണ്ടാൽ നമുക്ക് കിട്ടി, ബേസും കണ്ടിട്ടുണ്ട്, ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂത്രവാക്യം തന്നെയാണ്, ഹാഫ് ബി എച്ച് ഉപയോഗിക്കാം. പക്ഷെ അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അങ്ങനെ നമുക്ക് അവിടെയും ചെയ്യാം. സോറി, എച്ചിന് ഒരു കാര്യം കൂടി ഉണ്ട്. അവിടെ ഒരു ഇവിടെ ഒരു ഹാഫും കൂടി ഉണ്ട്. ഹാഫ് റൂട്ട് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അവിടെ എച്ച് കാണുക സമപാർശ്വ ത്രികോണമാണെങ്കിൽ. ഈ ലാസ്റ്റ് വൺ മട്ട ത്രികോണമാണെന്ന് വിചാരിച്ചോളൂ. മട്ട ത്രികോണമാണെങ്കിൽ നിങ്ങൾ ഇതേ ഫോർമുല എടുത്താൽ മതി. ഇത് ബേസ് ആയിരിക്കും, ഇത് ഹൈറ്റ് ആയിരിക്കും. കാരണം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് നേരെ കുത്തനെ അവിടെ 90 ഡിഗ്രി. അപ്പോൾ അടുത്ത വശം ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഹാഫ് ബി എച്ച് എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇത് ഉപയോഗിച്ച് ചില കണക്കുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുക എന്നുള്ളതാണ്. ഈ ത്രികോണത്തിന്റെ വിസ്തീർണത്തിൽ നോക്കൂ, ഇവിടെ ഇതിന്റെ ബേസ് 13 തന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈറ്റ് കണ്ടു 12 മീറ്റർ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിനെ തന്നെയാണ് 12 മീറ്റർ. അത് ഇവിടെ വരച്ചാലും ഇത് 12 ആണ്. ആണ് ഈ കുത്തനെ വരയ്ക്കുന്നതിന്റെ ഗുണം. കുത്തനെ വരയ്ക്കുമ്പോൾ എവിടെ വരച്ചാലും അതെന്തായിരിക്കും? 12 ആയിരിക്കും. ഇതാണല്ലോ ആ ത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, 12 മീറ്റർ. അങ്ങനെ ബേസും ഹൈറ്റും തന്നാൽ നിങ്ങൾക്കറിയാം ഫോർമുല. ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 13 ആണ്. എച്ച് എത്രയാണ്? 12 ആണ്. അവിടെ ഹാഫ് ബി എച്ച് കണ്ടാൽ മതി. അവിടെ ഹാഫ് ബി എച്ച് സമം നമുക്കറിയാം ഹാഫ് ഇൻറ്റു 13 ഇൻറ്റു 12. 12ൽ 2 പോയാൽ 6 ആണ്. 13നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 3 18, 6 1 7, 78 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും അവിടുത്തെ വിസ്തീർണം. അടുത്തത് നമുക്ക് നോക്കാം.
ഈ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുക. ഇവിടെയും നിങ്ങൾ ഹാഫ് ബി എച്ച് എടുത്താൽ മതി. ഹാഫ് ബി എച്ച് ആണ് ഇവിടെയും ഫോർമുല വരിക. ഹാഫ് ബി എച്ച് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു. ഹാഫ് ബി എച്ച് ആണ് എന്നാണ് ഇവിടുത്തെ ഇക്വേഷൻ വരിക. ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി എത്രയാണ്? 10 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10, എച്ച് എത്രയാണ്? 6 ആണ്. 6, 6ൽ 2 3 പ്രാവശ്യം പോവും. 3 ഇൻറ്റു 10 എത്ര കിട്ടും? 30. ഇവിടെ 30 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഇവിടെ ഇഞ്ചാണ്, ഇഞ്ച് സ്ക്വയർ, ചതുരശ്ര ഇഞ്ച്, 30 ചതുരശ്ര ഇഞ്ച് എന്ന് കിട്ടും. ഉത്തരം 30 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം വരുന്നത് 40 മീറ്റർ, 24 മീറ്റർ, 32 മീറ്റർ എന്നീ വശങ്ങളുള്ള ഒരു ത്രികോണത്തിന്റെ വിസ്തീർണമാണ് ചോദിച്ചിട്ടുള്ളത്. ആ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാൻ നമുക്കറിയാം അവിടെ 3 വശങ്ങൾ തന്നിട്ടുണ്ട്. 3 വശങ്ങൾ തന്നാൽ നമ്മൾ ആ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എയും ബിയും സിയും ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നാൽ എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ ഫോർമുല കണ്ടിട്ടൊന്നും ഒരു പേടിയും പേടിക്കണ്ട. അവിടെ എസ് ഓർത്ത് വെച്ചാൽ മതി. ആദ്യം എസ് വരുന്നു, പിന്നെ എസ്സിൽ നിന്ന് ഒരു വശം കുറച്ചത്, എസ്സിൽ നിന്ന് അടുത്ത വശം കുറച്ചത്, എസ്സിൽ നിന്ന് അതിൻ്റെ അടുത്ത വശം കുറച്ചത്. അത് 4 കൂടി ഗുണിച്ച് അതിൻ്റെ വർഗ്ഗമൂലം കാണുക. ഇവിടെ എസ് എത്രയാ? എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയും ബിയും സിയും ഈ 3 വശങ്ങളും കൂടി കൂട്ടി അതിനെ എന്തുകൊണ്ട് ഹരിച്ചതാണ്? 2 കൊണ്ട് ഹരിച്ചതാണ്. എയും ബിയും സിയും കൂടി കൂട്ടി 2 കൊണ്ട് ഹരിച്ചതാണ്. അപ്പൊ ഇവിടെ എയും ബിയും സിയും കൂടി കൂട്ടിയാൽ എത്രയാണ്? അതായത് 40ഉം 24ഉം 32 തമ്മിൽ കൂട്ടി 4 2 6, 4 2 6 3 9, 96 എന്ന് കിട്ടി. ആ 96നെ 2 കൊണ്ട് ഹരിച്ചതാണ്. 96നെ 2 കൊണ്ട് ഹരിച്ചാൽ 48 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എസ് സമം 48 എന്ന് കിട്ടി. അപ്പൊ എസ് മൈനസ് എ എന്തായിരിക്കും? എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 48ൽ നിന്നും ഒരു വശം കുറച്ചത്. 48ൽ നിന്നും ഒരു വശം എന്ന് പറഞ്ഞാൽ 40 ആണല്ലോ. 40 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 48 നിന്ന് 40 കുറച്ചാൽ എത്രയാണ്? 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വശം 48ൽ നിന്ന് 40 കുറച്ച 8 എന്ന് കിട്ടി. അടുത്തത് എസ് മൈനസ് ബി ആണ്. എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ 48ൽ നിന്നും 24 കുറച്ചതാണ്. 48 നിന്ന് 24 കുറച്ചാൽ 24 എന്ന് കിട്ടും. അപ്പൊ അടുത്ത വശം 24 എന്ന് കിട്ടി. ഇനി എസ് മൈനസ് സി എത്രയാണ്? ഈ 48ൽ നിന്നും 32 കുറച്ചു, സമം 16 എന്ന് കിട്ടി. ഇനി ഇത് 4 കൂടി ഗുണിച്ച് അതിന്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. അതാണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ, അതായത് 48 എസ് ആണ്, എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 8 ആണ്, എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 24 ആണ്, എസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കും. എന്താ പേടിക്കുക? അപ്പോ അവിടെ ഈ 16ന്റെ വർഗ്ഗമൂലം എത്രയാ വരിക? 16ന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. റൂട്ട് ഓഫ് 48. 48 എന്ന് പറഞ്ഞാൽ എത്രയാ? ആദ്യം നിങ്ങൾ ഇതിനെ ഗുണിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ 48 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 16 ആയിഷ് 48 എന്ന് കിട്ടി. 3 ഇൻറ്റു 16 48. അതറിയാലോ. 48നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടല്ലോ. 8 എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ 16 ആക്കാനുള്ള കാരണം? 16 കൃത്യമായ വർഗമുള്ള ഒരു സംഖ്യയാണ്. 4ന്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ 9ന്റെ ആക്കാൻ പറ്റില്ല. പിന്നെ 16 ആണ്. 8 ആണെങ്കിലോ 4ന്റെ ഗുണനഫലമല്ലേ? 2 ഇൻറ്റു 4. ഈ 4ഒക്കെ ഞാൻ എടുക്കാനുള്ള കാരണം എന്താണ്? അവിടെ കൃത്യമായ വർഗ്ഗങ്ങൾ വരുന്നുണ്ട്. 4 എന്ന് പറഞ്ഞാൽ കൃത്യമായ വർഗ്ഗ. ഇനി 24 എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ 4 ഇൻറ്റു 6 ആണ്, ഇൻറ്റു 16. ഇപ്പൊ നോക്കൂ, ഈ 16ഉം ഇവിടെയും ഒരു 16ഉം വന്നു. 2 16ന്റെ വർഗ്ഗമൂലം 16 ഇൻറ്റു 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ വെറും 16 ആണ്. അപ്പൊ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 16 എടുത്ത് എഴുതാം. അതുപോലെ ഇവിടെയും ഒരു 4 ഉണ്ട്, ഇവിടെയും ഒരു 4 ഉണ്ട്. അതൊന്ന് ഈ 4 എടുത്ത് എഴുതി. ഇനി നോക്കൂ, ഇവിടെ ബാലൻസ് ആരാ? 3 2 6, 3 ഇൻറ്റു 2 6, ഇവിടെയും ഒരു 6 വരുന്നുണ്ട്. അപ്പൊ ഇൻറ്റു 6. ഇപ്പോ 16 ഇൻറ്റു 4 നമുക്ക് 64 എന്ന് കിട്ടി. 16 ഇൻറ്റു 4 എത്ര കിട്ടി? 64 എന്ന് കിട്ടി. ഇനി 64നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം
6 4 24, 6 6 36, 2 38, 384 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. 384 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് പെട്ടെന്ന് തന്നെ ഗുണിച്ചു പോകണ്ട, ഗുണിച്ചു വർഗ്ഗമൂലൊന്നും കാണണ്ട. ഇങ്ങനെ വർഗങ്ങളുടെ ഗുണനഫലമായിട്ട് അവയെ എഴുതി കഴിഞ്ഞാൽ 2 വന്നാൽ അതൊന്നും നിർത്തിയെഴുതാം. ഒന്നും കൂടി ചെയ്തു നോക്കാം. ഇത് എളുപ്പമാണ്. ടെൻഷൻ അടിക്കാതെ ചെയ്താൽ ഇതൊക്കെ എളുപ്പമാണ്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 56 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, 52 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ വിസ്തീർണം എത്രയാണ് എന്നാണ് ചോദ്യം. 56, 60, 52 3 വശങ്ങളാണ് തന്നിട്ടുള്ളത്. ആദ്യം എസ് കാണുന്നു. അപ്പൊ 56, 6, 2, 8, 5, 6, 11, 5, 16, 168. 168ന്റെ പകുതി ആയിരിക്കും ഇവിടെ എസ്. 168/2 എത്രയാ വരിക? നമുക്കറിയാം 84. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 84 ആണ്. ഇവിടെ നമുക്ക് എസ് 84 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ 84 നിന്നും 56 കുറച്ചതാണ്. 84 56 കുറച്ചാൽ എത്ര കിട്ടും? 84 56 കുറച്ചാൽ നമുക്കറിയാം എത്ര കിട്ടുക? 28. കുറച്ച് നോക്കുക. എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 84 നിന്നും 60 കുറച്ചാണ്. നമുക്കറിയാം അത് 24 ആണ്. എസ് മൈനസ് സി, ഇനി അടുത്ത എസ് മൈനസ് സി ആണ്. എസ് മൈനസ് സി കാണാൻ 84 നിന്നും 52 കുറച്ചാൽ മതി. 84 52 കുറച്ചാൽ 32 ആണ്. ഇപ്പൊ എസ് കിട്ടി, എസ് മൈനസ് എ കിട്ടി, എസ് മൈനസ് ബി കിട്ടി, അല്ലെ? എസ് മൈനസ് എ കിട്ടി, എസ് മൈനസ് ബി കിട്ടി, എസ് മൈനസ് സി കിട്ടി. ഇങ്ങനെ 4 കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ വർഗ്ഗമൂലം കാണുക. റൂട്ട് ഓഫ് എന്താ? ആദ്യം എസ് 84, എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 28, എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 24, എസ് മൈനസ് സി എന്ന് പറഞ്ഞാൽ 32 സമം. പെട്ടെന്ന് ഗുണിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 84നെ ഏതെങ്കിലും വർഗത്തിന്റെ ഗുണനഫലമാണോ എന്ന് നോക്കാൻ പറ്റുമോ നോക്കുക. അതെന്തുകൊണ്ട് ചെയ്യണമെന്ന് നോക്കാൻ പിന്നീട് പറയാം. 84നെ ഇപ്പൊ നോക്കൂ, 4 വർഗമാണ്. 4ന്റെ ഗുണനഫലമാണ് 84. 4 × 21 84 ആണ്. അപ്പോ 4 × 21 28. 4ന്റെ ഗുണനഫലമാണ് 4 × 7. 24 4ന്റെ ഗുണനഫലമാണ് 4 × 7. 32 4ന്റെ ഗുണനഫലമാണ് 4 × 8. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയൊക്കെ എത്ര 4കൾ വന്നിട്ടുണ്ട്? ഇവിടെയും ഒരു 4 വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു 4 വന്നിട്ടുണ്ട്. 4 × 4ന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. അതുപോലെ ഇവിടെയും ഒരു 4 വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു 4 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ആ 2 എണ്ണെടുത്താൽ അവിടെ × 4 ആണ്. ബാക്കി വീണ്ടും വർഗ്ഗമൂലങ്ങൾ കിടക്കുന്നു. 21 ഉണ്ട്. 21 പുറത്തേക്ക് പോയിട്ടില്ല. 21നെ ഇനി നിങ്ങൾ 7 × 3 ആക്കി എടുക്കാം. ഇനി കണ്ണും ചിബി ഗുണനഫലം എടുത്ത് എഴുതുക, ഏതെങ്കിലും ഒന്ന്. ഇനി ഇവിടെ ഒരു 7 ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. ആ 7 ഗുണനഫലം ഒന്നും ആയിട്ട് എഴുതാൻ പറ്റില്ല. × 7 എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കണ്ടോ വ്യത്യാസം? പിന്നെ വരുന്നത് ഏതാ? പിന്നെ വരുന്നത്, ഒരു മിനിറ്റ്, 7 × 3 ഇവിടെ 32, 8 4 32. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് 24 ആണ്. 4 × 6 ആണ് ഇവിടെ വരുന്നത്, അല്ലേ? ഞാൻ ഇവിടെ 4 × 7 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് 4 × 6 ആണ്. 4 × 7. ഇവിടെ 7 × 3. പിന്നെ ഇവിടെ ഒരു 7 വരുന്നുണ്ട്. ഇവിടെ 4 × 6 ആണ് വരിക. ഞാൻ അറിയാതെ ഇവിടെ 4 × 7 എന്നാണ് എഴുതിയിരുന്നത്. 4 × 6. ഈ 6നെ നമുക്ക് എന്തെഴുതാം? 3 × 2 എന്ന് എഴുതാം. 3 × 2 എന്ന് നമുക്ക് 6നെ എഴുതാം. ഈ 8നെ നമുക്ക് 4 × 2 എന്നും എഴുതാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ 4 × 4 16 എന്ന് കിട്ടി. ഇനി ഇൻറ്റു എത്ര 7 വന്നു? ഇവിടെയും ഒരു 7 വന്നു, ഇവിടെയും ഒരു 7 വന്നു. ഒരു 7 പുറത്തേക്ക് എടുത്തു. അതുപോലെ ഇവിടെയും ഒരു 3 വന്നു, ഇവിടെയും ഒരു 3 വന്നു. അപ്പൊ ആ 3ഉം പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ ഒരു 2 വന്നു, ഇവിടെയും 2 വന്നു. അതിന് ഒരു 2 പുറത്തേക്ക് എടുത്തു. ഇനി റൂട്ട് 4 ആണ് അവസാനിക്കുന്നത്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 4ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 2. ഇതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വർഗ്ഗമൂലങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റുവെച്ചാൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇനി 16 × 7. 16 × 7 എന്ന് പറഞ്ഞാൽ
7 10 70, 7 6 42, 112 എന്ന് കിട്ടും. 112 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 112നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 336. ഇനി 336നെ 4 കൊണ്ട് ഗുണിക്കണം. 4 6 24, ബാലൻസ് 2, 4 3 12 2 14, ബാലൻസ് 1, 4 3 12 1 13, 1344 എന്ന ആൻസർ കിട്ടും. സിമ്പിളായില്ലേ? അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. മറ്റെല്ലാ കണക്കുകളും ഇത്ര സമയം എടുക്കില്ല, നമുക്ക് നേരം കിട്ടുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തുല്യമല്ലാത്ത വശം 54 സെന്റിമീറ്ററും തുല്യവശങ്ങൾ 54 സെന്റിമീറ്ററുമായ ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം. ഈ ത്രികോണം മാറി. ഇവിടെ തുല്യമല്ലാത്ത ഒരു വശം 54 സെന്റിമീറ്റർ. ഇതെന്ത് ത്രികോണമാണ്? ഇത് സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ആ തുല്യമല്ലാത്ത വശം അടിയിൽ രേഖപ്പെടുത്തിയാൽ തുല്യമായ വശങ്ങൾ എത്രയാണ്? തുല്യമല്ലാത്ത വശം 54 സെന്റിമീറ്ററും അതുപോലെ തന്നെ അവിടെ ഇത് 45 ആട്ടോ, 54 അല്ല. തുല്യമല്ലാത്ത വശം ഇത് 54ഉം ഇത് 45ഉമാണ്. 45ആണ്. അപ്പൊ അത് 45 എന്ന് എഴുതുക. ഇത് അങ്ങനെ വരുമ്പോഴും അവിടെ ശരിയാവില്ല. അവിടെ വരുമ്പോൾ ഇത് 45. തുല്യമല്ലാത്ത വശം 54ഉം തുല്യമല്ലാത്ത വശം 45ഉം തുല്യവശങ്ങൾ 54. അങ്ങനെയാകുമ്പോഴാണ് ശരിയാവുക. അപ്പൊ ഇത് 45, തുല്യമല്ലാത്ത വശം തുല്യവശം എന്ന് പറയുന്നത് 54. അങ്ങനെയുള്ള ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനാണ് പറഞ്ഞിട്ടത്. ഇത് എന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ സമപാർശ്വ ത്രികോണത്തിൽ നമ്മൾ ആദ്യം കാണാൻ പോണത് ഹൈറ്റ് ആണ്, എച്ച് ആണ് കാണാൻ പോണത്. എച്ചിനുള്ള സൂത്രവാക്യം എന്താണ്? ഹാഫ് ഇൻറ്റു റൂട്ട് 4a² - b². ഈ എ ആണ് തുല്യമായ വശം. ബി എന്ന് പറഞ്ഞാൽ അടിയിലുള്ള തുല്യമല്ലാത്ത വശമാണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചില സംശയങ്ങൾ വരും അല്ലേ? റൂട്ട് എന്താ വരുന്നത്? 4a² - b². അപ്പൊ ഇവിടെ ഞാൻ അതിന് വില കൊടുത്തു. സമം റൂട്ട് എച്ച് ആണ് കാണുന്നത്. ഹാഫ് ഉണ്ട് ഇതിന് മുന്നേ. 4a² എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 54² മൈനസ് 4 ഇൻറ്റു 45². എ എന്ന് പറഞ്ഞാൽ 45ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കൺഫ്യൂഷൻ ആവണില്ലല്ലോ, ടെൻഷനൊന്നും അടിക്കണ്ടേ. നോക്കൂ, ഇവിടെ വരുന്നത് സമം റൂട്ട് തുല്യമല്ലാത്ത വശമാണ് അതിൽ ആദ്യം എടുക്കുന്നത്. അപ്പോൾ തുല്യമായ വശമാണ് ആദ്യം എടുക്കുന്നത്. അവിടെ ആ കണക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ഒറ്റ മിനിറ്റ്, ഞാനിപ്പോൾ ശരിയാക്കി തരാം. ഞാനൊന്നും കൂടി നോട്ടേട്ടാ, അല്ലെങ്കിൽ ആ കറക്റ്റ് ആൻസർ കിട്ടില്ല. അവിടെ തുല്യമല്ലാത്ത വശം 54 സെന്റിമീറ്ററും തുല്യവശങ്ങളാണ് 45 ആക്കി എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ കണക്ക് എളുപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കണക്കുകളെ നിങ്ങൾക്ക് വരും ചെയ്യുള്ളൂ. മറ്റതൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രയാസം വരും. അപ്പോൾ ഇത് രണ്ടും 45ആണ്. ഇത് രണ്ടും വരുന്നത് 54ആണ്. ഇത് വരിക 54ആണ്. ഈ വശം വരിക 54ആണ്. ഇവിടെ എച്ച് ആണ് കാണുന്നത്. എച്ച് കാണാൻ ഹാഫ് ഇൻറ്റു റൂട്ട് 4a² - b². അപ്പോൾ ഹാഫ് ഇൻറ്റു റൂട്ട് 4a² എന്ന് പറയുന്നത് 4 ഇൻറ്റു 45a², പിന്നെ മൈനസ് 54a² എന്ന് വരും. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടണം. ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 4 ഇൻറ്റു 45a². 54 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4ന്റെ ഗുണനഫലമാണ്. 54 എന്ന് പറഞ്ഞാൽ ആരുടെ ഗുണനഫലമാണ്? 4ന്റെ ഗുണനഫലമാണ്. എത്ര 4 കൂടിയതാണ് 54 എന്ന് പറയുന്നത്? 54നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അവിടെ 54നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 54a² എന്ന് തന്നെ കൊടുക്കുക. പക്ഷേ ഈ 4 എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 4നെ നമുക്ക് 2a² എന്നാക്കി മാറ്റാൻ പറ്റും. 2a² ഇൻറ്റു 45a² മൈനസ് 54a². അങ്ങനെ വരുമ്പോൾ 2 ഇൻറ്റു 45 ആയി മാറി. അപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 45 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90a² മൈനസ് 54a².
ഇനി നിങ്ങൾ ഓർക്കുക എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഈ ഫോമായി കിട്ടി. അപ്പൊ 90 പ്ലസ് 54 ഹാഫ് ഇൻറ്റു 90 പ്ലസ് 54 144 എന്ന് കിട്ടി. 90 54 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 36 എന്ന് കിട്ടി. ഇവിടെ 144 കൃത്യമായ വർഗമൂലമുണ്ട്. 144 വർഗമൂലം എന്ന് പറഞ്ഞാൽ 12 ആണ്. 36 വർഗമൂലം എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 2 3 തവണ പോയി. ഇപ്പൊ 12 ഇൻറ്റു 3 36. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എത്രയെന്ന് കിട്ടി? ഇതിന്റെ ഹൈറ്റ് നമുക്ക് 36 ആണ് എന്ന് കിട്ടി. ബേസ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 54 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ബേസ് 54 36 ഒരു ത്രികോണമാക്കി മാറ്റി നമ്മളിപ്പോ ഇതിനെ. ഇപ്പൊ ഇതിന്റെ ബേസ് എത്രയാണ്? 54 ആണ്. ഈ ത്രികോണത്തിന്റെ ബേസ് 54 ആണ്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 36 ആണ്. ഇപ്പൊ നമുക്ക് ഹാഫ് ബി എച്ച് വെച്ച് ചെയ്യാം. ഹാഫ് ബി എച്ച് ആണ് ഇതിന്റെ ത്രികോണത്തിന്റെ വിസ്തീർണം. ഹാഫ് ബി എച്ച് സമം 1/2 ഇൻറ്റു 54 ഇൻറ്റു 36. 36 2 18 പ്രാവശ്യം പോകും. ഇനി 54നെ 18 കൊണ്ട് ഗുണിക്കുക. 54 ഇൻറ്റു 18 ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 972 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ 972 ആണ്. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് കിട്ടി? 972. ഇതൊക്കെ വലിയ കണക്കാണിച്ചിട്ട് മാറ്റി വെക്കേണ്ട. ഇങ്ങനത്തെ ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. ഇത് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ 2-3 മിനിറ്റ് തന്നെ പിടിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? അപ്പൊ ഇതും അതേപോലെയുള്ള ചോദ്യമാണ്. സമപാർശ്വ ത്രികോണമാണ്. അതിന്റെ പാദം 4 സെന്റിമീറ്റർ ആണ്. അതിന്റെ തുല്യവശങ്ങൾ എത്രയാണ്? 6 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്നാൽ ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കുക. സമപാർശ്വ ത്രികോണത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല h സമം ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണ് ആ ഫോർമുല. സമം h ആണ്. h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു 4a സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 4a സ്ക്വയർ ആണ് വേണ്ടത്. a എന്ന് പറഞ്ഞാൽ തുല്യമായ വശമാണ്. അത് എത്ര തന്നിട്ടുണ്ട്? 6a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 4a സ്ക്വയർ. ഇവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ്, എവിടെയും നമുക്ക് വേണമെങ്കിൽ 4 ഇൻറ്റു 6a സ്ക്വയർ. 4 ഇൻറ്റു 6a സ്ക്വയർ നേരത്തെ 4 ഇൻറ്റു 6a സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 ഇൻറ്റു 6a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ ഇൻറ്റു 6a സ്ക്വയർ ആണ്. സമം 2 ഇൻറ്റു 6 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12. ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഇരട്ടി എടുത്തിട്ട് ഇവിടെ എഴുതിയാൽ മതി. 12a സ്ക്വയർ മൈനസ് 4a സ്ക്വയർ അല്ലേ? ഇവിടെയും നമുക്കറിയാം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 12a സ്ക്വയർ മൈനസ് 6a സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ എന്ത് ചെയ്യുക? 12 6 തമ്മിൽ കൂട്ടുക. റൂട്ട് ഓഫ് 12 6 എത്രയാണ്? 18. അതുപോലെ തന്നെ 12a സ്ക്വയർ മൈനസ് 4a സ്ക്വയർ ആണ്. 12 4 കൂടി കൂട്ടുക. അപ്പൊ 16. ഇനി 12 4 കുറയ്ക്കുക. 12 എന്ത് കുറയ്ക്കുക? 4 കുറയ്ക്കുക. അവിടെ എത്ര കിട്ടി? 8. ഇവിടെ നമുക്കറിയാം അങ്ങനെ വരുമ്പോ ഇതിനെ വീണ്ടും നമ്മൾ എന്താക്കി മാറ്റി? ഇവിടെ നമ്മൾ ഹാഫ് ഇൻറ്റു 16ന്റെ റൂട്ട് 4 ആണ്. ഇനി റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 ആണ്. 4 2 2 പ്രാവശ്യം പോയി. ഇനി നമുക്ക് എത്ര കിട്ടി? ഈ 4നും വർഗമൂലം കിട്ടി. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 2 2 ആണ്. റൂട്ട് 4ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 2ന് വർഗമൂലം കാണാനില്ല, അതുകൊണ്ട് റൂട്ട് 2 തന്നെ വന്നു. അപ്പൊ 4 റൂട്ട് 2 എന്ന് വന്നു. അപ്പൊ ഇതിന്റെ ഹൈറ്റ് നമുക്ക് 4 റൂട്ട് 2 എന്ന് കിട്ടി. ഇപ്പൊ ഈ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് 4ഉം ഹൈറ്റ് 4 റൂട്ട് 2ഉമാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ വിസ്തീർണത്തിനുള്ള ഫോർമുല ഹാഫ് ബി എച്ച് സമം 4 ഇൻറ്റു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 4 റൂട്ട് 2. 4 2 പോയ 2 2 ഇൻറ്റു 4 8 റൂട്ട് 2 ആണ് ഇതിന്റെ വിസ്തീർണം വരിക. ഈ കണക്കൊന്നും കൂടി ചെയ്തു നോക്കാം, നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ ആണ്. ഇനി സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം. സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണത്തിനുള്ള ഫോർമുല, സമഭുജമാണെങ്കിൽ ഞാൻ ആ വിസ്തീർണത്തിനുള്ള ഫോർമുല പറഞ്ഞിട്ടുണ്ട്. എല്ലാം a ആയിരിക്കും.
അപ്പോൾ √3/4 a² ആയിരിക്കും. ഇവിടെ a 8 തന്നിട്ടുണ്ട്. നേരെ ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി. √3/4 × 8a². 8a² എന്ന് പറഞ്ഞാൽ 8 × 8. 8ൽ 4 2 പ്രാവശ്യം പോകും. 2 8 16. 16 √3 എന്ന് കിട്ടി. സിമ്പിളായിട്ട് കിട്ടി. ഒരു കണക്കും കൂടി നോക്കാം. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം √3/4 a² തന്നെയാണ് വരിക. √3/4 × a² എന്ന് പറഞ്ഞാൽ 10 × 10 അല്ലേ? ഇവിടെ നമുക്കറിയാം ഈ 10ൽ 4 2 പോകും. 2 2 4 5 2 10. ഈ 10ൽ 2 പോകും. ഇവിടെയും 5 കിട്ടും. 5 × 5 25 √3 എന്ന് കിട്ടും. ഇതാണ് ഇത്രയും കണക്കുകൾ. ഈ കണക്കുകൾ കുറച്ച് വിഷമമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഇതിൽ നിന്നുള്ള എക്സാം നിങ്ങൾക്ക് നാളെയേ കിട്ടുള്ളൂ. കാരണം കുറച്ചും കൂടി കണക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുത്തെ എക്സാം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും എളുപ്പമായി നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ ആപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാംസ് ഉണ്ട്. വീക്ക്ലി എക്സാംസും യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ LDC മാത്രമല്ല, ഇനി അങ്ങനെയുള്ള 10ാം തരം നിലവാരത്തിലുള്ള പരീക്ഷകൾ കൂളായി ഹാപ്പിയായി ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കാൻ ഉറപ്പിച്ചാണോ നിങ്ങൾ വരുന്നത്? അങ്ങനെയാണെങ്കിൽ 1.5 വർഷത്തെ നമ്മുടെ കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങളിതിൽ ഗുഡ് അറ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയുന്നത് ആകെ എന്താണ്, 2053 രൂപ ചെലവാക്കുക, സർക്കാർ ജോലി ഉറപ്പിക്കുക. ഈ വരാൻ പോകുന്ന എക്സാമിനുള്ള മാത്രമല്ല, 1.5 വർഷം കൊണ്ട് നമ്മുടെ 25 മൊഡ്യൂളുകൾ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് സർക്കാർ ജോലി വന്നിട്ടുണ്ടായിരിക്കും. 2053 രൂപയാണ്. 1.5 വർഷത്തെ കാലാവധിയാണ്. താല്പര്യമുള്ളവർ 8075963937 എന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.